എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു കുട്ടിയുടെ മനസ്സ് വായിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇവരുണ്ടാക്കി, ഒരു ഫയൽ ഉണ്ടാക്കി. ഇവിടെ വന്നപ്പോ കണ്ട ഒരു കൗതുക കാഴ്ചയാണ്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഇങ്ങ് പയ്യാവൂർ അങ്ങാടിയിൽ നിന്നാണ്. എന്റെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ, ഒരുപാട് കാലമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാൾ, നോയൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്നെ കഴിഞ്ഞ ദിവസം വിളിക്കുകയാണ്. ഇവിടെ ഒരു സംരംഭം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിദേശത്തായിരുന്നു കുറെ കാലമായിട്ട്. അപ്പോ നിങ്ങളൊന്ന് വന്ന് ഇതൊന്ന് നാട്ടുകാരെ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പയ്യാവൂർ അങ്ങാടിയിൽ എത്തിയതാണ്. പയ്യാവൂർ ക്ഷേത്രകുളത്തിന് നേരെ ഓപ്പോസിറ്റ് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ അതിന്റെ 2ാം നിലയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ട കടമ ഓരോ രക്ഷിതാവിന്റെയാണ്. അതുപോലെ തന്നെ ഞാൻ എവിടെ എത്തണമെന്ന് തീരുമാനിക്കേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു വഴിയെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ക്യാബിൻ കാണാം. ആ ക്യാബിനകത്തേക്ക് കയറിയാൽ ഈ ഇരിപ്പിടത്തിലെത്തും. ഈ ഇരിപ്പിടത്തിലത്തെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അതുപോലെ ഒരു ക്യാമറയുണ്ട്. ഈ ക്യാമറയും ഈ ലാപ്ടോപ്പും ഒക്കെ നിങ്ങളോട് സംസാരിക്കും. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ മനസ്സ് പഠിക്കുന്ന ഒരു പരിപാടിയാണ്. ഇഗ്നൈറ്റ് ബ്രില്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഏകജാലക കേന്ദ്രത്തിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും 8ാം ക്ലാസ് മുതലുള്ള ഒരുതരം AI സ്കിൽ സ്കാനിങ് ആണ്. പ്രധാനമായിട്ടും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾക്ക് ഒത്തിരി ഗുണമാകും. അതിനുശേഷം 12ാം ക്ലാസ് കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, അതുപോലെ തന്നെ ആർക്കെങ്കിലും കരിയറിൽ ചേഞ്ച് വരുത്തണം. ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ജോലിയിൽ മാനസികമായിട്ട് സമ്മർദ്ദങ്ങളുണ്ട്, ആയതിനാൽ അത് മാറണം. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഏകജാലക എന്ന ഒരു പ്രൊജക്ട് മുൻപിലോട്ട് വരുന്നത്. നോയൽ പറഞ്ഞു വെച്ച് ഏതാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കണമെങ്കിൽ, അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പഠിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവർ ഒരുക്കി തരുന്നുണ്ട്. വിദേശത്തേക്ക് പോകണമെങ്കിൽ വിസ സ്റ്റാമ്പിംഗ് വേണം, അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം. അതിൽ നിന്ന് നെട്ടോടേണ്ട ഒരു ആവശ്യമില്ല. ഇവിടുന്ന് എല്ലാം സെറ്റാക്കിയിട്ട് അവർ നിങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ ഏത് കോളേജുകൾ തിരഞ്ഞെടുക്കണമെന്ന് ഇവരുടെ നിർദ്ദേശമുണ്ടാവും. അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും നിങ്ങൾക്ക് കോളേജുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. ഇവർ നല്ല കോളേജുകൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അവിടെ എത്തിച്ചു തരികയും ചെയ്യും. സ്റ്റുഡൻസിനെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കുട്ടി എന്തിലെത്തിച്ചേരാം എന്ന് ഞങ്ങൾ ആദ്യം തന്നെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആയതിനു ശേഷം അവന് വേണ്ട പഠന മേഖലകൾ പറഞ്ഞു കൊടുക്കുന്നു. ആ പഠനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യും. പ്ലസ് ടു കഴിഞ്ഞ് കുട്ടി നമ്മുടെ അടുത്ത് വരികയാണ്. ഓക്കെ, എനിക്ക് ആദ്യം ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം, ഇപ്പൊ എനിക്ക് അതിനോട് താല്പര്യമില്ല, എന്റെ ആഗ്രഹം വേറെ ഒന്നാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ അസസ്മെന്റിലോട്ട് പോവാം. കുട്ടിയുടെ ആഗ്രഹം, പുതിയ ആഗ്രഹം എന്താണെന്ന് കണ്ടുപിടിക്കാം. അതിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള മേഖല ഏതോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതിങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ്. ഇപ്പോൾ ഏറ്റവും താല്പര്യം, കുട്ടിക്ക് ഏറ്റവും ഇൻട്രസ്റ്റും അതുപോലെ തന്നെ